നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ആധാർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ പുതിയതായിട്ട് എൻറോൾ ചെയ്തു എങ്കിൽ അതിന്റെ സ്റ്റേറ്റസ് എങ്ങനെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ എന്നാലും അത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് വീഡിയോ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് കിടക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ആധാറിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യണം. myaadhar.uidai.gov.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ പോയതിനു ശേഷം ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ചെക്ക് എൻറോൾമെന്റ് ആൻഡ് അപ്ഡേറ്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആധാർ അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആധാർ കേന്ദ്രത്തിൽ പോയി ചെയ്യാം. എൻറോൾമെന്റ് നമുക്ക് ആധാർ കേന്ദ്രത്തിൽ പോയി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? സോ നമ്മൾ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷനാണ് വരിക. ഇതില് നമുക്ക് 3 ഓപ്ഷൻ കാണാം: എൻറോൾമെന്റ് ID, SRN, URN. ഇതിലാണ് ഒരുപാട് പേര് കൺഫ്യൂസ് ആവാറ്. സോ എൻറോൾമെന്റ് ID എന്ന് പറയുന്നത് നമ്മൾ ആധാർ സെന്ററിൽ പോയിട്ട് പുതിയതായിട്ട് ആധാർ എൻറോൾ ചെയ്ത സമയത്താണ് നമുക്ക് എൻറോൾമെന്റ് ID ലഭിക്കാറ്. നമ്മള് ആധാർ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ ഇപ്പോൾ എൻറോൾമെന്റിന് പകരം നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എൻറോൾമെന്റ് IDക്ക് പകരം നമുക്ക് ലഭിക്കുന്ന നമ്പർ ആയിരിക്കും അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ അഥവാ URN. ഇതേ URN നമുക്ക് നമ്മളുടെ ഓൺലൈനായിട്ട് myaadhar.uidai.gov.in എന്ന സെൽഫ് സർവീസ് പോർട്ടൽ വഴിയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആധാറിൽ അപ്ഡേറ്റുകൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന നമ്പറാണ് അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ. ഇതാണ് നമ്മൾ URL കൊടുത്ത് സെർച്ച് ചെയ്യുന്നത്. SRN എന്ന് പറയുന്നത് സർവീസ് റിക്വസ്റ്റ് നമ്പർ ആണ്. അതായത് നമ്മൾ ആധാറിലെ അപ്ഡേറ്റോ കാര്യങ്ങളോ അല്ലാതെ റീപ്രിന്റ് റിക്വസ്റ്റോ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസ്, ആധാർ റിലേറ്റഡ് സർവീസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ലഭിക്കുന്ന നമ്പറാണ് സർവീസ് റിക്വസ്റ്റ് നമ്പർ. ഓക്കെ, സോ ഇതാണ് ഈ 3 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് 14 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ 3 ചെയ്യേണ്ട രീതി ഒരുപോലെയാണ്. എങ്ങനെ നോക്കാം. സോ ഇതിൽ നമുക്ക് കാണിക്കുന്നത് എൻ്റർ 14 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ എന്നാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇതാണ് ഒരു എൻറോൾമെന്റ് നമ്പർ ആയിട്ട് നമുക്ക് ലഭിക്കുക. ഇത് നമ്മൾ ആധാറിലെ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത് ആധാറിന് തരുന്ന സ്ലിപ്പിന്റെ മുകൾ ഭാഗത്തായിട്ട് ഉണ്ടാവും. സോ ഇത് നമുക്ക് എങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 3 തരത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ആദ്യത്തെ 14 അക്കം, ഇതേപോലെ 255, ആദ്യത്തെ 14 അക്കമാണ് നമ്മളുടെ എൻറോൾമെന്റ് ID. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതെന്ന് പറയുന്നത് ഡേറ്റ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് പറയുന്നത് ടൈം ആണ്. സോ ഇത് എങ്ങനെയായിരിക്കും ഫോർമാറ്റ് എന്ന് പറയുന്നത്? സോ ഇവിടെ എന്താ പറയാ, ഈ 2024 എന്ന് കാണിക്കുന്നത് വർഷം, ഇയർ ആണ്. അതുപോലെ 10 എന്ന് പറയുന്നത് മാസം, 23 എന്ന് പറയുന്നത് ഡേറ്റ്. അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. ഇയർ, മാസം, ഡേറ്റ്. ഇത് 12:40:13 ഇത് എടുക്കേണ്ടത് അങ്ങനത്തെ ഹവർ, മിനിറ്റ്, സെക്കൻഡ്, അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? ഇത് ആദ്യത്തെ ഈ 14 അക്കം 219 അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കേണ്ടത്. അത് ഞാൻ എന്തായാലും ആ ഒരു ഡീറ്റെയിൽ കൊടുക്കാം. സോ ആദ്യത്തെ 14 അക്കം ഞാൻ എൻറോൾമെന്റ് ID എന്ന ഭാഗത്ത് കൊടുത്തു. അതിനുശേഷം ഡേറ്റ് എന്ന് പറയുന്നത് വർഷം, മാസം, ദിവസമാണ്. സോ 23/10/2024 ആണ് ഡേറ്റ്. അപ്പൊ നമ്മൾ 23/10 ഇവിടെ നമ്മൾ ഡേറ്റിന്റെ സെക്ഷനിൽ ഡേറ്റിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 10 എന്ന് പറയുമ്പോൾ ഒക്ടോബർ ആണ്. സോ മുന്നത്തെ മാസത്തേക്ക് പോയിട്ട് 23/10/2024. നമുക്ക് ഇതില് നമ്മുടെ സ്ലിപ്പിൽ തലതിരിച്ചായിരിക്കും വരിക, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ 23/10/2024 എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ടൈം എന്ന് പറയുന്നത് 12:40:13, അതായത് 12:40:13. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും. ഇതിൽ നമ്മൾ 12 മണി, ആദ്യത്തെ ഹവർ, 40 മിനിറ്റ് 13 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതോടെ എൻ്റർ ആവും. അതിനുശേഷം ക്യാപ്ചർ എന്ന് പറഞ്ഞത് 673TC. ഓക്കെ, ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ഷമിക്കണം. ക്യാപ്ചർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ കാണിക്കാം. കേട്ടോ, ദ റിക്വസ്റ്റ് അക്സെപ്റ്റ് ആയി. ഇപ്പൊ വാലിഡേഷൻ സ്റ്റേജ് ആണ്, പ്രോസസ്സിലാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ആധാർ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് സക്സസ് ആവും. അതിനുശേഷം നമുക്ക് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ഇതാണ് എൻറോൾമെന്റ് ചെക്ക് ചെയ്യുന്നത്.
SRN നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 14 അക്കം മാത്രമേ ലഭിക്കുള്ളൂ. SRN ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സമയം ഡേറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് SRN നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ URN എന്ന് പറയുമ്പോൾ സെയിം ആണ്. SRN പോലെ തന്നെ URN നമ്പർ 14 അക്കം ഉണ്ടാവുള്ളൂ. ആ 14 അക്കം കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സ്റ്റേറ്റസ് നമുക്കറിയാം. എൻറോൾമെന്റ് IDക്ക് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൊടുക്കേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ആധാറിന്റെ സ്റ്റേറ്റസ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഇതുപോലുള്ള പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.